ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അബോസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് മാക്സിമം വ്യൂസ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. വെറും 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നല്ല വ്യൂസ് കിട്ടും. അത് 100% ഉറപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ഇതുപോലുള്ള യൂട്യൂബിൻ്റെ ടിപ്സും ട്രിക്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനാണ്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനും നല്ല രീതിയിൽ കൊടുക്കുക. ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ വീഡിയോസാണ് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ പല ആൾക്കാരും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ടൈറ്റിൽ നല്ല രീതിയിലൊക്കെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷന് ചിലപ്പോൾ ആ ടൈറ്റിൽ തന്നെ കോപ്പി പേസ്റ്റ് എടുത്തിട്ട് കൊടുക്കും. വേറെ ഡീറ്റെയിൽസും ഒന്നും കൊടുക്കാറില്ല. ചില ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ ഇൻസ്റ്റാഗ്രാം ID അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുള്ളത് സാധാരണയായിട്ട്. അപ്പോൾ നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്? അപ്പോൾ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗമാണ് ടൈറ്റിലിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഇപ്പോൾ ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന റെസിപ്പി അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ മലയാളം റെസിപ്പി അങ്ങനെ കുറച്ച് വേർഡിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് യൂട്യൂബിൽ തന്നെ വേറെ ആൾക്കാർ അപ്ലോഡ് ചെയ്ത് നമ്മുടെ സെയിം കണ്ടൻറ്റ് തന്നെ അതേ സെയിം വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്ത ആൾക്കാരുണ്ടാവും. അവരുടെ റെഫറൻസ് എടുത്ത് നോക്കാവുന്നതാണ്. അതേപോലെ ഡിസ്ക്രിപ്ഷനും സെയിം തന്നെ. നമ്മുടെ വീഡിയോൻ്റെ ചെറിയൊരു ഉള്ളടക്കം, നമ്മൾ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ള ചെറിയൊരു ഉള്ളടക്കം കൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അതിൻ്റെ താഴെ നിങ്ങളുടെ ഫോളോ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഫസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടാഗ്സ് ആണ്. ടാഗ്സ് അല്ലെങ്കിൽ കീവേഡ്സ് നല്ല ശരിയായ രീതിയിൽ നമ്മൾ കൊടുക്കണം. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് റീച്ചൊന്നും കിട്ടാതെ ആരും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ കീവേഡ്സ് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ കൊടുക്കാം? കീവേഡ്സ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ടൻറ്റ് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കീവേഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടാഗ്സിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടൈറ്റിൽ തന്നെ ഓരോ പാർട്ടായിട്ട് നമുക്ക് ടാഗിൽ ഉൾക്കൊള്ളിക്കാം. അതേപോലെ നമ്മളെ കണ്ടൻറ്റിൻ്റെ കുറച്ച് ടാഗ്സ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ, ഇപ്പോൾ നമ്മുടെ കുക്കിംഗ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഉദാഹരണം പറയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിഷ് കറി ഉണ്ടാക്കി, ഫിഷ് കറിയുടെ ടാഗ് ഇടാൻ പോവാണ്. ഫിഷ് കറി മലയാളം അല്ലെങ്കിൽ മലയാളം റെസിപ്പി അങ്ങനെ കുറച്ച് ടാഗ്സ് കൊടുത്ത്, അതേപോലെ തന്നെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള കുക്കിങ്ങിൻ്റെ ചാനലുകളുണ്ട്. അതായത് ഇപ്പോൾ വീണാസ് കറി വേൾഡ് അങ്ങനെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുക്കിംഗ് ചാനലുകളുണ്ട്. അവരുടെ ചാനലിൻ്റെ ടാഗും ഇതിൻ്റെ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ കണ്ടതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് നമ്മളെ വീഡിയോസ് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടാഗുകളും നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തംബ്നെയിൽ കൊടുക്കുക. മൂന്നാമത്തെ കാര്യമാണെങ്കിലും ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ് ഈ തംബ്നെയിൽ കൊടുക്കുക. നല്ല ടൈറ്റിൽ കൊടുത്തിട്ടില്ലെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിലും ഫസ്റ്റ് നമ്മൾ കാണുക തംബ്നെയിലാണ്. ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കാണുക തംബ്നെയിലാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ തംബ്നെയിൽ ക്ലിക്ക് ചെയ്തിട്ടെങ്കിലും നമുക്കൊരു വ്യൂസ് അങ്ങനെ കിട്ടും. നല്ല പെട്ടെന്ന് ആൾക്കാർ കണ്ടാൽ ആകർഷിക്കുന്ന രീതിയിലുള്ള തംബ്നെയിൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കിംഗ് വീഡിയോൻ്റെ കാര്യം തന്നെ പറയാം. ഒരു കുക്കിംഗ് വീഡിയോൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്ത് നമ്മളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളി ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിന് തംബ്നെയിൽ കാണുമ്പോൾ തന്നെ ആൾക്കാർ അത് വീഡിയോ കാണാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റിൽ കൊടുക്കുക, നല്ല രീതിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതേപോലെ കീവേഡ്സും ടാഗ്സും ഒന്നാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള കീവേഡ്സ് കൊടുക്കുക, അതുപോലെ തന്നെ നല്ല തംബ്നെയിൽ കൊടുക്കുക. ഫസ്റ്റായിട്ട് ആൾക്കാർ കാണുന്നതാണ് തംബ്നെയിൽ. അപ്പോൾ തംബ്നെയിലാണ് ഏറ്റവും നല്ല രീതിയിൽ. അപ്പോൾ കൂടുതൽ നിങ്ങൾ ടൈം എടുത്താലും കുഴപ്പമില്ല, തംബ്നെയിൽ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതും അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കുക. ഇനി അഥവാ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും വീഡിയോസിനാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നില്ല എങ്കിൽ അത് എഡിറ്റിൽ പോയിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം നല്ല ടൈറ്റിൽ ചേഞ്ച് ചെയ്യുക, അതേപോലെ ഡിസ്ക്രിപ്ഷൻ ചേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ ടാഗ്സ് ആഡ് ചെയ്യുക, അതേപോലെ തംബ്നെയിൽ ചേഞ്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് നോക്കുക, നിങ്ങൾ വീഡിയോസ് നല്ല റീച്ച് കിട്ടുന്നതാണ്.
അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.